ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂറോപ്പ് ട്രിപ്പ് വ്ളോഗ് സീരീസ്. നമ്മൾ ക്യാമ്പ് സൈറ്റിലാണ് ഇപ്പോൾ ഉള്ളത്. കാരവാൻ പാർക്ക് ചെയ്തിട്ട് ഇന്നലെ നമ്മൾ നൈറ്റ് സ്റ്റേ ചെയ്തത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് സൈഡല്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എല്ലാ സൈഡും ഈ മൗണ്ടെയ്ൻസ് വെച്ച് കവറായിട്ടുള്ളത്. ഇപ്പോൾ സ്നോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അത്രയ്ക്കുള്ള വിഷം കിട്ടുന്നില്ല. ഈ സൈഡെല്ലാം മൊത്തം മൗണ്ടനാണ്, പക്ഷേ ആ സൈഡൊന്നും കാണുന്നില്ല. പക്ഷേ ഈ സൈഡ് കുറച്ചൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. നമ്മൾ ഇത്രയും സ്നോഫോൾ ഇവിടെ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ നമ്മൾ ഇന്നലെ ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ സിവിയർ സ്നോ വാർണിംഗ് ഉണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ വേണ്ടി പോകുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് നമ്മുടെ ടോബ്ലറോൺ ചോക്ലേറ്റിൻ്റെ മുകളിലൊരു ചെറിയൊരു മൗണ്ടെയിൻ സിമ്പിൾ ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 2 ദിവസം ഫ്രാൻസിൽ സ്റ്റേ ചെയ്തു, ബാക്കിയുള്ള ദിവസം സ്വിറ്റ്സർലാൻഡിലാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഡിസംബർ മാസം ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല സ്നോഫോൾ ഉണ്ട്, നല്ല തണുപ്പുമുണ്ട്. പക്ഷെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. സ്വിറ്റ്സർലാൻഡിലെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവിടെ കൂടുതലും മൗണ്ടെയ്ൻസ് ആയിട്ട് കവർ ചെയ്ത് കിടക്കുന്ന സ്ഥലമാണ്. നമ്മുടെ ഒരു ഫേവറേറ്റ് പ്ലേസ്, എന്തായാലും വിസിറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു പ്ലേസും കൂടിയാണ്. അങ്ങനെ ഫൈനലി നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റി. നമ്മളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പക്ഷേങ്കിൽ ഈ ഇത്രയും സിവിയർ വെതർ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകുന്നതൊക്കെ വഴിയെ കാണാം. കണ്ണ് വരെ തുറക്കാൻ പറ്റുന്നില്ല. നല്ല സ്നോഫോൾ ഉണ്ട്. നമുക്ക് പോവാം. ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്കൊരു വലിയൊരു പണി കിട്ടിയിട്ടാണ്. ഇന്നലെ നൈറ്റ് നമ്മുടെ കാരവാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ട് ഇപ്പോൾ രാവിലെ പോകാൻ വേണ്ടി നോക്കുമ്പോഴാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുന്നുണ്ടായത്. ഇന്നലെ നൈറ്റ് തുടങ്ങിയ സ്നോഫോൾ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ മുന്നിലും പുറകിലും വണ്ടിയുടെ മുകളിലും എല്ലായിട്ട് മൊത്തം സ്നോ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടുന്ന് വണ്ടി മുന്നോട്ടോ ബാക്കോട്ടേക്കോ ഒന്നും എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായത്. അവസാനം കുറേ സ്നോ ഒക്കെ മാറ്റി നമ്മൾ വഴിയൊക്കെ കുറച്ചൊന്ന് ക്ലിയർ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് ഒന്ന് റോഡിലോട്ടേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അതിൻ്റെ ഇടയിൽ വണ്ടി ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മുടെ ടയർ സ്നോ ടയർ ആണെങ്കിലും അതിൻ്റെ മുകളിലൊരു ചെയിൻ കൂടെ ഇടണമായിരുന്നു. സ്നോ ചെയിൻ എന്ന് അതിന് പറയുന്നത്. അപ്പോൾ ആ ടയറിൻ്റെ മുകളിൽ സ്നോ ചെയിനും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്രയും സ്നോ ഉള്ള ഏരിയയിലേക്കൂടെ വണ്ടി നമുക്ക് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എങ്ങനെയൊക്കെയോ വണ്ടി റിവേഴ്സ് എടുത്ത് പോകുന്നതിൻ്റെ ഇടയിൽ വണ്ടി ബാക്കിലുള്ള ഒരു ചെറിയൊരു സ്റ്റാൻഡിൽ കൊണ്ടുപോയിട്ട് ഇടിച്ചു. അപ്പോൾ ഇങ്ങനെ സ്നോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഫുള്ള് കാണാനും പറ്റുന്നുണ്ടായില്ലായിരുന്നു. പിന്നെ വണ്ടി വിചാരിച്ച പോലെ കൺട്രോളും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അങ്ങനെ കൊണ്ടുപോയി ഇടിച്ചപ്പോൾ വണ്ടീൻ്റെ പുറകിലുള്ള ഇൻഡിക്കേറ്ററും പിന്നെ ആ ചെറിയൊരു ബോർഡും ഒക്കെ ഇളകിപ്പോയി. അപ്പോൾ രാവിലെ തന്നെ ഈ ഒരു വലിയൊരു പണി കിട്ടിയിട്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തത്. നമ്മളെല്ലാവരും ഇന്നത്തെ ഡേക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ ഒരു ഇൻസിഡൻറ്റ് കാരണം നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിച്ചും പോയി. ഇവിടുന്ന് നമുക്കിനി തിരിച്ച് പോകാൻ പറ്റില്ലേ, നമ്മളിനി എങ്ങനെ തിരിച്ച് റോഡിലോട്ടേക്കൊക്കെ എത്തുന്നതെന്നൊക്കെ ആലോചിച്ചും പിന്നെ വണ്ടിക്ക് പറ്റിയ ഈ ചെറിയൊരു ഡാമേജ് കൊണ്ട് നമ്മൾ മൊത്തത്തിൽ അന്ന് സാഡായി പോയിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. എന്താണെന്നറിയില്ല, നമ്മുടെ സ്വിറ്റ്സർലാൻഡ് ജേർണി തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ചെറിയ ചെറിയ പണികൾ ഓരോ ദിവസവും ഓരോന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ വണ്ടി റോഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹെൽപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ക്യാമ്പ് സൈറ്റിൻ്റെ റിസപ്ഷനിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിസപ്ഷനൊക്കെ മൊത്തം ക്ലോസ്ഡ് ആയിരുന്നു ഇന്ന്, അവിടെ ഒന്നും ആരും ഉണ്ടായില്ല. അപ്പം നമ്മൾ റോഡിൽ ഈ ഒരു JCB എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് റോഡിലുള്ള സ്നോ ഒക്കെ ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ ഈ ഒരു ക്യാമ്പ് സൈറ്റിൽ വന്നിട്ട് നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ വഴിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. ഇതൊരു ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഈ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് അന്ന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും വന്ന് അവിടെ സ്റ്റക്ക് ആവുമായിരുന്നു. ഇന്നത്തെ ഡേ മൊത്തം അവിടെ തന്നെ കിടക്കേണ്ടി വന്നേന്. ഇന്നത്തെ ദിവസം സ്നോഫോളും സ്നോ ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഒരു ചെറുതായിട്ട് പേടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ലൈഫിൽ ഒരിക്കലും മറക്കാത്തൊരു ദിവസം കൂടെ ആയിരിക്കും ഈ ഒരു ദിവസം. ഇങ്ങോട്ട് മാറിക്കോ.
വണ്ടി എടുക്കാൻ പറയുന്ന ആ അയാളെ ദേഷ്യത്തിൽ തെറിയൊക്കെ വിളിക്കാൻ തുടങ്ങിട്ടാ. പുള്ളി വണ്ടി ഓടിക്കാന്ന് പറഞ്ഞു. എന്തേലും വയ്യാണ്ടാവോ? അയാള് ഭയങ്കര ഒരു കളിപ്പനാണ്. സ്മൂത്ത് ആയിട്ട് എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ രക്ഷപ്പെട്ടു ഇവിടുന്ന്. ഫൈനലി the adventurous journey begins here. നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റോപ്പ് ഇതാ ഈ ഒരു ഷോപ്പിലേക്കായിരുന്നു. ഇവിടുന്ന് നമ്മുടെ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ കണക്ട് ചെയ്തിട്ട് ഇപ്പോൾ ടെമ്പററി ആയിട്ട് കണക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ഇവിടെ വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മളിതാ ഈ ഒരു സ്ക്രബ്ബർ കണ്ട്. സ്ക്രബ്ബർ നമ്മൾക്ക് കുറേ ആയി ഓരോരോ ഷോപ്പിലും നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഷോപ്പിൽ കണ്ടപ്പോൾ സ്ക്രബ്ബർ വാങ്ങിച്ചു. പക്ഷെ നമ്മൾ മെയിനായിട്ട് വന്ന ആ സാധനം ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഷോപ്പിലേക്ക് പോയ സ്ഥിതിക്ക് നമ്മളവിടെ ഷോപ്പിലുള്ള സാധനങ്ങൾ മൊത്തം അരിച്ച് പൊറുക്കിയിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് കരുതിയിട്ട്. പക്ഷെ നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നും അവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു. പിന്നെ എന്തായാലും ഷോപ്പിൽ കയറിയ സ്ഥിതിക്ക് അവിടുത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ എന്താ ഈ ഒരു സൈഡിൽ അവിടുന്ന് ചെറുതായിട്ട് സ്നാക്സൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഉള്ളൊരു ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. ഇത് കാണാൻ വേണ്ടി ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടി. നമുക്കൊരു കോഫിയൊക്കെ വാങ്ങിച്ച് അവിടെ ഇരുന്ന് കുടിക്കാൻ വേണ്ടി നല്ല വ്യൂ ഉള്ളൊരു സ്ഥലം കൂടിയായിരുന്നു അവിടെ. ഇത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ള പോലെ പെട്രോൾ പമ്പിൻ്റെ സൈഡിലുള്ള ഒരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ എന്തായാലും വന്ന സ്ഥിതിക്ക് പിന്നെ ഒരു 2 കോഫിയും കൂടെ ഓർഡർ ചെയ്തു. സ്വിറ്റ്സർലാൻഡ് അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു കൺട്രി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഓരോ സാധനങ്ങൾക്കും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനേക്കാളും അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ കോഫി മെഷീൻസും എല്ലാം ഇംഗ്ലീഷിലൊന്നും അല്ലായിരുന്നു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായത്. എനിക്ക് തോന്നുന്നു ജർമ്മനാണെന്ന് തോന്നുന്നു. ഇവിടെ കൂടുതലും ആൾക്കാരും ജർമ്മനാണ് സ്പീക്ക് ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ കോഫിക്കാണെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കുറേ ഫ്ലേവേഴ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ റാൻഡമായിട്ട് 2 ഫ്ലേവർ അങ്ങനെ ചൂസ് ചെയ്തിട്ട് ഇവിടെ സൈഡിൽ തന്നെ നമുക്ക് വേണ്ട മിൽക്കും ഷുഗറും എക്സ്ട്രാ ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനും അവിടെ ഉണ്ട്. പിന്നെ ഒരു കോഫിക്ക് ഇവിടെ ഏകദേശം എനിക്ക് തോന്നുന്നു മീഡിയത്തിന് തന്നെ വരുന്നത് 350 സംതിങ് 350 ആണെന്ന് തോന്നുന്നു. 350 സ്വിസ് ഫ്രാങ്കാണ് വരുന്നത്. അത്യാവശ്യം റേറ്റ് തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ചെറിയ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ
ഓൾറെഡി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വന്നതുകൊണ്ട് നമ്മളിവിടുന്ന് എക്സ്ട്രാ സ്നാക്സ് ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായില്ല. 2 കോഫിയും പിന്നെ നമ്മൾ ഒരു സ്ക്രബ്ബറും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് മാത്രം വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങി. ഓൾറെഡി UK നിന്ന് വരുമ്പോൾ കറൻസി എക്സ്ചേഞ്ച് ചെയ്തിട്ടായിരുന്നു വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ സ്വിസ് ഫ്രാങ്ക് ക്യാഷായിട്ടാണ് ഇവിടെ പേ ചെയ്തിട്ടുണ്ടായത്. ഞാൻ മൈക്ക് ഓഫാണെന്നുള്ള കാര്യം ഓർക്കാതെ ഈ വീഡിയോയിൽ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എടുത്ത് നോക്കുമ്പോഴാണ് എൻ്റെ മൈക്ക് ഓഫാണെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ പണി കിട്ടിയ കാര്യമാണ് കേട്ടോ. ഇന്നലെ നൈറ്റ് വന്നപ്പോൾ തൊട്ടുള്ള സ്നോഫോളാണ്. ഇത് ഇപ്പോഴും സ്നോഫോൾ ഉണ്ട്. ഈ ഒരു ബാഡ് വെതർ കണ്ടീഷൻ കാരണം നമ്മൾ ബുക്ക് ചെയ്ത് വെച്ച പാക്കേജ് ഉണ്ടല്ലോ, അത് ക്യാൻസൽ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൾറെഡി പേ ഒക്കെ ചെയ്തിട്ടായിരുന്നു ഈ ഒരു പാക്കേജ് എടുത്തിട്ടുണ്ടായത്. പക്ഷേ ഈ ഒരു ബാഡ് വെതർ കണ്ടീഷൻ കാരണം നമുക്ക് മെയിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലായി, പൈസ റീഫണ്ട് ആകും എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്കിന്ന് ആ ഒറ്റൊരു പ്ലാൻ മാത്രമേ ഉണ്ടായിട്ടുള്ളായിരുന്നു. ആ ഒരു പ്ലാൻ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം കുറച്ച് സമയം എടുക്കുന്നതായിരുന്നു. കാരണം നമ്മൾ മൗണ്ടെയിൻ്റെ മുകളിൽ വരെ പോയിട്ട് അവിടെ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കാണാനായിരുന്നു ഇന്നത്തെ പ്ലാൻ. അപ്പോൾ പെട്ടെന്ന് ഈ പാക്കേജ് ക്യാൻസൽ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഇന്നിനി വേറെ ഒരു പ്ലാനും ഇല്ല. ഇനിയിപ്പോൾ എന്താണ് ഇനി അടുത്തതെന്നുള്ളത് നമ്മൾ വണ്ടിയിലിരുന്ന് പ്ലാൻ ചെയ്യണം. ആരവിടെ കിടക്കുന്നു? 2 hours-ന് 10 ആണ്. 24 hours-ന് ആരാ ഷട്ടിൽ പോയി കഴിഞ്ഞാൽ അടുത്ത ഷട്ടിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട് വരും. ഇന്നത്തെ ദിവസം മൊത്തം നമുക്ക് ബാരലൊക്കെ ആയിരുന്നു. നമ്മളങ്ങനെ പോകണമെന്ന് വിചാരിച്ച അറ്റർഹോൺ ഗ്ലേസിയർ പാരഡൈസ് എന്ന് പറഞ്ഞ ഒരു മൗണ്ടൻ വ്യൂ കാണണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ പാക്കേജൊക്കെ എടുത്തല്ലോ, അതൊക്കെ ക്യാൻസലായി ബാഡ് വെതർ കണ്ടീഷൻ കൊണ്ട്. അവൾ കുറേ AI-ൻ്റെ അടുത്തൊക്കെ ചോദിച്ചു. പിന്നെ ജസ്റ്റ് ഒരു ട്രെയിൻ ജേണി എങ്കിൽ ട്രെയിൻ ജേണി എങ്കിലും ഇന്ന് സ്വിറ്റ്സിൽ നിന്ന് ചെയ്യാമെന്ന് വെച്ചു. ഇവിടുത്തെ ട്രെയിൻ ജേണിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു ട്രെയിൻ ജേണിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എടുത്തത് ടാഷെ ടു സെർമാറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് ഭയങ്കര സീനിക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ സെർമാറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേസും ഭയങ്കര സ്വിറ്റ്സർലാൻഡിലെ ഒരു ഫേമസ് ആയ നല്ല ബ്യൂട്ടിഫുൾ ആയ ഒരു പ്ലേസാണ്. അപ്പോൾ നമ്മളിവിടെ ടാഷെ വരെ കാരവാൻ എടുത്ത് വന്ന് ഇവിടെ പാർക്കിംഗ് ഉണ്ട്, പെയ്ഡ് പാർക്കിങ്ങാണ്. നമ്മളിവിടുത്തെ ഒരു 20 CHF കൊടുത്തിട്ടുണ്ടായത് പാർക്കിങ്ങിന്. സ്വിസ് ഫ്രാങ്കാണ് ഇവിടുത്തെ മണി വരുന്നത്. ഏകദേശം ഒരു 1 CHF പറയുന്നത് നമ്മുടെ പൗണ്ടിൽ പറയുകയാണെങ്കിൽ 1.15 പൗണ്ടൊക്കെ ആകും. അങ്ങനെ നമ്മളൊരു 20 CHF കൊടുത്തിട്ട് നമ്മളിവിടെ പാർക്കും ചെയ്ത് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഒരു 30 മിനിറ്റ്സ് കൂടുമ്പോൾ ഇവിടെ ട്രെയിൻ വരും. ഒരു റെഡ് കളർ ട്രെയിനാണ്. ഞാനിത് കുറേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ആ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്ത് അതിൽ കയറാൻ വേണ്ടി പോവാം. ഈ ട്രെയിന് പോകുമ്പോൾ ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ആ മൗണ്ടെയിൻ ഞാൻ പറഞ്ഞ ആ എന്താണ് ആ ചോക്ലേറ്റിൻ്റെ ടോബ്ലറോൺ ചോക്ലേറ്റിൽ കാണുന്ന ആ മൗണ്ടെയിൻ്റെ ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു ഷട്ടിലെടുത്തിട്ട് ഈ ഷട്ടിൽ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ആണ് എടുത്തത്. നമുക്ക് എത്ര ടിക്കറ്റ്? 19 CHF ഒരാൾക്ക്. ഒരാൾക്ക് അപ്പ് ആൻഡ് ഡൗൺ 19 CHF ആണ് ആയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ 4 പേരും കൂടെ ടിക്കറ്റ് എടുത്ത് ഇവിടെ ക്യൂ ഉണ്ട്, അത്യാവശ്യം നല്ല ക്യൂ ഉണ്ട്. പക്ഷേ നല്ല ട്രെയിൻ സ്റ്റേഷൻ, ഇവിടെ കേബിൾ കാർ സർവീസ് എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാം ഇന്നത്തെ വെതർ കണ്ടീഷൻ കൊണ്ട് മാത്രം എല്ലാം ക്യാൻസൽഡാണ്. ഇവിടുത്തെ ട്രെയിൻ എന്ത് വെതർ കണ്ടീഷനാണെങ്കിലും ഇവിടുത്തെ ട്രെയിൻ എപ്പോഴും ഉണ്ടാവും. എന്താണെന്നറിയില്ല, ഇവിടുത്തെ ട്രെയിൻ എപ്പോഴും ഓണായിരിക്കും. കാരണം ഇവിടെ എപ്പോഴും സ്നോയിലാണെങ്കിൽ ഇവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രെയിൻ തന്നെ ആയിരിക്കും. നമ്മുടെ അടുത്ത
ഷട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ ക്യൂവിലാണ് ഇപ്പോൾ ഓൾറെഡി ഉള്ളത്. നമ്മൾ ഈ ടിക്കറ്റ് എടുത്തപ്പോൾ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റാണല്ലോ എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മളൊരു ഇവിടുന്ന് സെർമാറ്റ് പോയി ഇറങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 30 ഡേയ്സിൻ്റെ ഉള്ളിൽ വന്നാലും മതി. 30 ഡേയ്സ് വാലിഡിറ്റി ഉണ്ട് ആ ടിക്കറ്റിന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 30 മിനിറ്റ്സ് കൂടുമ്പോൾ, ഇത് ചെറിയ ട്രെയിൻ, നമ്മുടെ നാട്ടിലെ പോലെ ഭയങ്കര ലോങ് ട്രെയിനൊന്നും അല്ല. ഇത്തവണ എക്സൈറ്റഡ് എന്നൊന്നും പറയുന്നില്ല. മേ ബി അതിൻ്റെ ഇടയിൽ ഈ ട്രെയിനും ക്യാൻസലായാലോ. നമ്മളതുകൊണ്ട് കണ്ടാൽ കൊള്ളാം അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ ക്യൂവിലൊക്കെ നിൽക്കുന്നതല്ലേ. ഇന്ന് രാവിലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ടാണ് തോന്നുന്നു. വെതർ നമ്മൾ ചതിച്ചു. എവിടെ പോയാലും അങ്ങനെ, മഴ പെയ്യാത്തടത്ത് മഴ പെയ്യും, സ്നോ ആണെങ്കിൽ സ്നോനെ കൊണ്ട് മഴയും. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ലഗേജും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ കയറുന്നുണ്ട് ഈ ട്രെയിനിലോട്ടേക്ക്. നല്ല ലഗേജ് ഉണ്ട്. സെർമാറ്റിന് വേറൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. അവിടെ കാർ ഫ്രീ വില്ലേജാണത്. അവിടെ നമുക്ക് കാറൊന്നും എടുക്കാൻ പറ്റില്ല. അത് എനിക്ക് തോന്നുന്നു പൊല്യൂഷൻ ഫ്രീ ഒക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു കാറൊന്നും എടുക്കാൻ പറ്റാതെ. നമുക്ക് കയറാറായി ഇവിടെ. Sie müssen den PDF, ne? PDF von die Mail scannen. ഇത് കണ്ടോ, കുറേ എല്ലാവരുടെ കയ്യിലും കുറേ സാധനങ്ങളുണ്ട്. ചെറിയ കുഞ്ഞു ട്രെയിൻസ്. ഇവിടെ നല്ല തിരക്കുണ്ട്, ക്യൂവില. എവിടുന്നാ വരുന്നത്? Isto vai entrar tudo no... Só se for engatar um daquele. Como é que isto vai entrar tudo aqui? Que eu tenha visto. Como é que esta gente toda vai caber aqui? നമ്മളങ്ങനെ ട്രെയിനിൽ ഭയങ്കര തിരക്കൊക്കെ കഴിഞ്ഞ് സീറ്റൊക്കെ ബുക്ക് ചെയ്ത് വിൻഡോ സീറ്റ് തന്നെ സെറ്റാക്കി. ഇതാ അതിൻ്റെ വ്യൂ നോക്ക്, നല്ല നൈസായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. മൊത്തം സ്നോ മൂടി കിടക്കുക. പുറത്ത് നല്ല തണുപ്പാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, നല്ല കംഫർട്ടാണ്. പിന്നെ ഈ ലോങ് വിൻഡോ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പുറത്തത്തെ വ്യൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സത്യം പറഞ്ഞാൽ സ്വിറ്റ്സർലാൻഡിലെ ഈ ഒരു ട്രെയിൻ ജേർണി എന്ന് പറയുന്നത് ആരും മിസ് ചെയ്യാണ്ട് പോകണമെന്ന് ഞാൻ പറയുള്ളൂ. നമ്മൾ ശരിക്കും ഇത് വേണ്ടാന്ന് വിചാരിച്ച് ക്യാൻസൽ ചെയ്തായിരുന്നു. പക്ഷേ ഇന്നത്തെ മറ്റേ പ്ലാൻ ക്യാൻസൽ ആയതുകൊണ്ട് നമ്മളിത് ചൂസ് ചെയ്തതാണ്. അത് ശരിക്കും പറഞ്ഞാൽ വേർത്തായി. അടിപൊളി.
നമ്മളങ്ങനെ സെർമാറ്റിലെത്തി. ഇവിടെ എത്തുമ്പോഴത്തേക്ക് ചെറുതായിട്ട് വീണ്ടും ഒരു സ്നോഫോൾ ഉണ്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടി. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് ജാക്കറ്റ്. ഇവിടെ സ്നോ എല്ലാം ഇടയ്ക്കിടയ്ക്ക് സ്നോ എല്ലാം നീക്കുന്നു. കാരണം ഇതാ എല്ലാ സ്ഥലവും ഇങ്ങനെ അത്യാവശ്യം നമുക്ക് സ്ലിപ്പറി ആവുന്നുണ്ട്. നമ്മൾ ഇവിടെ അത്ര കുറേ സ്നോഫോളൊന്നും ഇല്ല, പക്ഷെ ചെറുങ്ങനെ സ്നോഫോൾ ഉണ്ട്. ഇവിടെ എല്ലാം ഇതാ നോക്ക്, നല്ല രസമുണ്ട്. ഇവിടെ എവിടെ നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ പ്ലേസസ് കാണാൻ വേണ്ടി പറ്റും. സ്നോയിൽ വീണിട്ട് ഇതാ ഈ ചെറിയ ട്രീ എല്ലാം നോക്ക്, വീണെല്ലാം കിടക്കുന്നതാണ്. നല്ല രസമുണ്ട്. ഇതൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടാണിത്. ശരിക്കും സെർമാറ്റ് എന്ന് പറയുന്ന ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയായിരുന്നു നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായത് സെർമാറ്റിലോട്ടേക്ക് വന്ന് ആ മൗണ്ടെയിൻ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്ക് അത് ക്യാൻസലായിപ്പോയി. അത് കണ്ടോ, ഒരു ചെറുത് പോകുന്നത്. റോഡെല്ലാം നല്ല സ്ലിപ്പറിയാണ്. ഉണ്ടോ സ്നോ കൊണ്ടുപോകുന്നുണ്ടോ വണ്ടീൻ്റെ അകത്ത് നിറച്ചു. എപ്പോഴും ഇങ്ങനെ റോഡ് ക്ലിയർ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഇന്നലെ കാരവാനിൽ സ്റ്റേ ചെയ്തെടുത്ത് അത്ര വലിയ ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതെന്താ ആൾക്കാരൊന്നും പുറത്തിറങ്ങാതെ, ഇവിടെ നിന്ന് ആൾക്കാരില്ലേന്നൊക്കെ. പക്ഷേ ഈ സിറ്റിയിൽ വന്നപ്പോൾ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട്. മേ ബി എനിക്കൊന്ന് കുറേ ആൾക്കാർ യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ടാണ് തോന്നുന്നു ഇടയ്ക്കിടയ്ക്ക് ഇവർ റോഡൊക്കെ നന്നായിട്ട് പിന്നെ സ്നോയിൽ മാറ്റേണ്ടത്. ഈ സൈഡൊക്കെ പിന്നെ നോക്കുവാണെങ്കിൽ ഇത് ഈ രണ്ട് സൈഡും നല്ല മൗണ്ടെയിൻസ് മാത്രമല്ല കാണാൻ വേണ്ടി. വീഡിയോ എടുക്കുമ്പോൾ ഇതിൻ്റെ ശരിക്കും കാണുന്ന ഒരു ഭംഗി വരുന്നില്ല, നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോഴുള്ള ഭംഗി വരുന്നില്ല. നമ്മളിപ്പോൾ കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് വെളിച്ചമൊക്കെ കുറഞ്ഞു തുടങ്ങിയല്ലേ. പക്ഷെ എന്നാലും നല്ല രസമുണ്ടല്ലോ വ്യൂ എല്ലാം കാണാൻ വേണ്ടി. നമ്മുടെ തൊട്ട് പുറകിൽ വലിയൊരു മൗണ്ടെയിനാണ് കിടക്കുന്നത്. പക്ഷെ ഇതൊക്കെ വീഡിയോയിൽ അത്ര വലിയ ഭംഗിയായിട്ട് വരുന്നില്ല, പക്ഷെ നേരിട്ട് കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. തണുപ്പായി തുടങ്ങി അത്യാവശ്യം. നമ്മൾ കിടിടാന്ന് വിറക്കുന്നുണ്ട്. നമ്മളങ്ങനെ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടുത്തെ വ്യൂസൊക്കെ കുറച്ച് എൻജോയ് ചെയ്തതിന് തിരിച്ച് ട്രെയിൻ കയറാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച്. ഇവിടെ 5:30 ആവുന്നേ ഉള്ളൂ അല്ലേ? 5:30 അല്ലേ? 5:30 ആവുന്നേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് ഇരുടായി തുടങ്ങി. ലൈറ്റ്സ് എല്ലാം ഓണായി. ലൈറ്റ്സൊക്കെ ഓണാകുമ്പോൾ ഈ സ്ട്രീറ്റൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ നടന്നു പോകുമ്പോൾ ഇവിടെയുള്ള ഒരാളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ടോബ്ലറോൺ ചോക്ലേറ്റിൻ്റെ ഹിൽസ് ആ മൗണ്ടെയിൻ ഇവിടെ അടുത്താണോ. അപ്പോൾ പുള്ളിക്കാരൻ കാണിച്ചു തന്നത് നമ്മുടെ ആ ബാക്ക് സൈഡ് കാണുന്ന, ക്യാമറ കാണുന്നത് അറിയില്ല, ആ സൈഡിലോട്ടേക്കാണ്. അത് പക്ഷേ കുറേ പോകണം, കയറി പോകണം. അത് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പാക്കേജാണ് നമ്മളിന്ന് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ ചുമ്മാ ഈ ട്രെയിൻ കയറിയിട്ടാകുമ്പോൾ നമുക്കത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് മിസ്സാക്കി. അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു
ബ്യൂട്ടിഫുൾ ആയ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം അങ്ങനെ ഇവിടെ സ്പെൻഡ് ചെയ്ത്. ഇനി നമ്മൾ നേരെ സൈറ്റിലോട്ടേക്ക് പോകാൻ വേണ്ടി പോവാം. തിരിച്ച് ആ സെയിം ടിക്കറ്റിൽ തന്നെ നമ്മൾ തിരിച്ച് ടാഷെ അങ്ങനെ ആ സ്ഥലത്തിൻ്റെ പേര്. അത് സെർമാറ്റിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഈ സെർമാറ്റ് എന്ന് പറഞ്ഞാൽ നോ കാർ ഏരിയ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ കൂടുതലും കാറിന് പകരം ഇപ്പോൾ സൈഡിലൂടെ ഈ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും പോയിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ ഇലക്ട്രിക് വണ്ടിയുണ്ട്. അത് കൂടുതലും ഗുഡ്സൊക്കെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിൾസും പിന്നെ ചിലവരൊക്കെ അതിൻ്റെ അകത്ത് പോകുന്നതും കണ്ടിട്ടുണ്ട്. അങ്ങനത്തെ വണ്ടികൾ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ കാർസ് അലൗഡ് അല്ല. പിന്നെ ബസ്സുണ്ട്. ബസ്സും പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ കുറച്ചൊരു ഞാൻ കാണിച്ചു തരാം ആ വണ്ടി. ഇതാ ഇങ്ങനത്തെ കുറേ വണ്ടികളെ ഇവിടെ ഉള്ളൂ. കാറിന് പകരമായിട്ട് ഇങ്ങനത്തെ കുറേ വണ്ടികളെ ഇവിടെ ടാക്സി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും എല്ലാം ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. വയ്യ, നല്ല തണുപ്പത്ത് കുറേ നടന്നിട്ട് കാലൊക്കെ പോയി. നല്ല രസമുണ്ട് ലൈറ്റൊക്കെ ഓൺ ആയതിനു ശേഷം ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അവിടെ ക്രിസ്മസ് ട്രീയും കുറച്ച് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ഓണാണ് സിറ്റി. ഇങ്ങനത്തെ വണ്ടികൾ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. സ്ലിപ്പാവുന്നുണ്ട് ഇവിടെ. ഇതിനകത്ത് കയറാവാ. ഇതിനകത്ത് കയറുവാണോ? ചോക്ലേറ്റ് വാങ്ങിക്കാം. നല്ല മണം. ഇതിൻ്റെ അകത്ത് കയറിയപ്പോൾ നല്ല മണം. ടേസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ചോക്ലേറ്റ് ഒരു ബോക്സ് ചോക്ലേറ്റ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ഒരു ബോക്സ് സെലക്ട് ചെയ്ത്. കുറേ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നല്ലേ. നല്ല മണമുണ്ട് ഇവിടെ. ഇവിടെ എത്തുമ്പോൾ ആ മണം കൂടുതൽ. എനിക്ക് തോന്നുന്നു അതിൻ്റെ മണമെന്ന് തോന്നുന്നു. ആ കട്ട് ചെയ്യുന്നതിൻ്റെ മണമെന്ന് തോന്നുന്നു. ഇവിടെ എത്തുമ്പോൾ ആ മണം അല്ലേ? നമ്മൾ വാങ്ങിച്ച സാധനങ്ങളായിട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇതിൻ്റെ തൊട്ട് പുറകിൽ തന്നെ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. ശരിക്കും ഒറിജിനൽ ട്രീ ആണ്. അതിൻ്റെ മുകളിൽ സ്നോ ഒക്കെ വീണ് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടി. തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എത്തി. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് കുറച്ച് സമയം നടന്നിട്ടുള്ളൂ. ഇവിടെ ടാക്സി ഒക്കെ ഇങ്ങനത്തെ വണ്ടിയാണ് വരുന്നത്. കാർ ഫ്രീ ആയതുകൊണ്ട്. ഒന്ന് സ്വൈപ്പ് ചെയ്താ Das Zugteam der Matterhorn-Rückradbahn heißt Sie herzlich